A furnace wall consists of 200 mm layer of refractory bricks, 6 mm layer of steel plate and a 100 mm layer of insulation bricks. അപ്പം ഇതാണ് ഒരു ഫർണസ് വാളിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ലെയേഴ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഒരു പറഞ്ഞിട്ട് ആദ്യമേ എന്തുവാ 200 mm അല്ലേ റിഫ്രാക്ടറി ബ്രിക്ക്, സിമിലർലി സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. ഓക്കെ, ഇത് 4 ലെയർ. ഓക്കെ, റിഫ്രാക്ടറി, പിന്നെ എയർ ഗ്യാപ്പ്, സ്റ്റീൽ പ്ലേറ്റ്, ഇൻസുലേഷൻ ബ്രിക്സ്. ഇതാണ് ആദ്യത്തെ ആ 4 ലെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ വാൾ 150 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൺ ദ ഫർണസ് സൈഡ്, ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഈസ് 40 ഡിഗ്രി സെൽഷ്യസ് ഓൺ ദ ഔട്ടർ സൈഡ് ഓഫ് ദ വാൾ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന പടം എന്ന് പറഞ്ഞത് ആ ലെയറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആയിരിക്കും. ഓക്കെ, കട്ട് ചെയ്തിട്ട് നമ്മൾ സൈഡിൽ നിന്ന് നോക്കുന്നതാണ് ആ പടം കാണിക്കുന്നത്. നമ്മൾ അസൽ ക്യാഡ് ഡ്രോയിങ് കണക്കെ നോക്കുന്നത് നമ്മൾ ആ കട്ട് ചെയ്ത് ക്രോസ് സെക്ഷൻ, അതാണ് ആ എന്താ ഷെയ്ഡഡ് വര, ക്രോസ് ലൈൻ കാണിക്കുന്നത് പറഞ്ഞാൽ അവിടെ ക്രോസ് സെക്ഷൻ ചെയ്തെന്നാണ് കാണിക്കുന്നത്. അപ്പം മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ വാൾ, ഒരു ഫർണസിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ എപ്പോഴും ഇൻസൈഡ് ആയിരിക്കും അല്ലേ, ഏറ്റവും ഇൻസൈഡിലായിരിക്കും അതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ വരുന്നത്. നോർമൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ മിനിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ പുറത്ത്, ഫർണസിൻ്റെ ഏറ്റവും പറഞ്ഞാൽ നമ്മൾ അറ്റ്മോസ്ഫിയർ പുറത്തത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇന്നറും ഔട്ടറുമാണ് നമ്മൾ ആ ഒരു കണ്ടീഷനിൽ മനസ്സിലാക്കണം. ഏത് ക്വസ്റ്റ്യനിലും മാക്സിമം മിനിമം പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഏറ്റവും ഇന്നർ മോസ്റ്റ് ഹീറ്റുള്ള റീജിയനും ഇത് നോർമൽ ഏറ്റവും ഔട്ട്സൈഡത്തെ ആയിരിക്കും. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, ആൻ ആക്യുറേറ്റ് എനർജി ബാലൻസ് ഓവർ ദ ഫർണസ് ഷോസ് ദാറ്റ് ഹീറ്റ് ലോസ് ഫ്രം ദ വോൾ ഈസ് 400 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. ഒക്കെ, ആ വോളിൽ നിന്ന് ഉണ്ടാകുന്ന ഹീറ്റ് ലോസ് അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ അസ് എ ഹോൾ അവിടെ ഉണ്ടാകുന്ന എത്രയെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 400 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞേക്കുക, ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദർ ഇസ് എ തിൻ ലെയർ ഓഫ് എയർ ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് റിഫ്രാക്ടറി ബ്രിക്സ് ആൻഡ് സ്റ്റീൽ പ്ലേറ്റ്. ഓക്കെ, സ്റ്റീൽ പ്ലേറ്റിനും ആ റിഫ്രാക്ടറി ബ്രിക്കിൻ്റെ ഇടയിൽ ഒരു തിൻ ലെയർ ഓഫ് എയർ ഉണ്ടെന്ന് പറഞ്ഞേക്കുവാണ്. അപ്പം നമുക്ക് ആ കേസ് കൊണ്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് 3 തന്നിട്ടുണ്ട്. ഓക്കെ, 1.52, 45 ആൻഡ് 0.138 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. അവർ ചോദിച്ചിരുന്ന ആദ്യ ചോദ്യം ഹൗ മെനി മില്ലി ലിറ്റർ ഓഫ് ഇൻസുലേഷൻ ബ്രിക്സ് ഈസ് ദ എയർ ലെയർ ഇക്വലൻറ്റ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഔട്ടർ സർഫസ്, സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഔട്ടർ സർഫസ്. ഓക്കെ, ഹോളല്ല, സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഔട്ടർ സർഫസിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ ഇതാണ് അവർ ചോദിച്ചിരുന്ന 2 ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കത് ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഈ 2 കണ്ടീഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഡേറ്റ തിക്നെസ് ഓഫ് റിഫ്രാക്ടറി ബ്രിക്ക് LA 200 mm, അതിനെ 0.2 mm ആയിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ എന്താ സ്റ്റീൽ പ്ലേറ്റ്, ഇൻസുലേഷൻ ബ്രിക്സ്, ഇത് 3 ഉള്ളൂ ആദ്യമേ തന്ന ഗിവൺ ഡേറ്റ. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എയർ ലെയർ വിച്ച് ഈസ് ഈക്വലൻറ്റ് ടു ഇൻസുലേഷൻ ബ്രിക്സ് അവിടെ സ്റ്റീൽ പ്ലേറ്റിനും റിഫ്രാക്ടറി ബ്രിക്കിനും ഇടയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ABCD ഫിഗർ നോക്കുമ്പോൾ ABCD B ആ എയർ ഗ്യാപ്പ് ആയിരിക്കും ഇക്വലൻറ്റ് ടു ഇൻസുലേഷൻ ബ്രിക്സ്. അപ്പം അതിന് ഇക്വലൻ്റ് ആണ് എയർ ഗ്യാപ്പ് XM നമ്മൾ അസ്യൂം ചെയ്യുക, ഗിവൺ ആണ് XM ഓഫ് വിച്ച് ഈസ് ഇക്വലൻറ്റ് ടു ഇൻസുലേഷൻ ബ്രിക്സ് ആണ് എയർ ഗ്യാപ്പ് എന്ന് അസ്യൂം ചെയ്യും. പിന്നെന്താണ്, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ നമുക്കറിയാം ΔT ട്രാൻസ്ഫർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഏറ്റവും ഇന്നറും മാക്സിമം മിനിമം ഇന്നറും ഔട്ടറും എക്സ്ട്രീം ഔട്ടറും ഡിഫറൻസ് ആണ്. അതെന്ന് 1150 - 40 1000. പിന്നെ എന്താ ഉള്ളത്, പിന്നെ തെർമൽ കണ്ടക്ടിവിറ്റി K = 1.52 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. സിമിലർലി KBയും KD ഈക്വൽ ആണ്, കാരണം അത് 2 ഈക്വലൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് B ആൻഡ് D ഈക്വൽ ആയിരിക്കും. പിന്നെ KC 45 തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കുക ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് X കണ്ടുപിടിക്കേണ്ട ബേസിക് ഇക്വേഷൻ ആണ്, Qൻ്റെ ഇക്വേഷൻ. അത് നമുക്കറിയാം, കാരണം ഇത് കോമ്പോസിറ്റ് വാളാണ്. അപ്പം ΔT മാക്സ് ബൈ സിഗ്മ R അല്ലേ, Q = ΔT/L/K ആണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള Q യൂണിറ്റ് ഏരിയ Q/A. ഓക്കെ, അത് വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. Q/A ഇപ്പുറം കൊണ്ട് വരണം, കാരണം അതിൻ്റെ യൂണിറ്റ് അതായത്, കാരണം അതല്ലാത്ത യൂണിറ്റ് വാട്ടാണ്. Q/A ആണ് തന്നിട്ടുള്ളത്, വാട്ട് പെർ മീറ്റർ സ്ക്വയർ തന്നിട്ടുള്ളത്. അപ്പോൾ Q/A ഇപ്പുറം കൊണ്ട് വരുമ്പോഴേക്കും അതാണ് 400. അപ്പോൾ റിമൈൻ ΔT/σL/K മാത്രമേ ഉള്ളൂ. ഓക്കെ, എയുടെ ചെയ്യണം, ബിയുടെ ആഡ് ചെയ്യണം, C ആൻഡ് D. അതിൽ ബിയുടെ അവിടെ വരുമ്പോഴേക്കും ഇതെല്ലാം മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് XMM എന്നാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്, ഇക്വലൻറ്റ് XMM കിടക്കുന്നത്. അപ്പോൾ അതിനെ മീറ്റർ ആക്കുമ്പോഴാണ് X/1000 എന്ന ടേം എക്സിനോടെ വന്നിട്ടുള്ളത് കേട്ടോ. ബാക്കിയെല്ലാം സെയിമാണ്, σL/K ഫോം തന്നെയാണ്. LA/KA + LB/KB + LC/KC ആൻഡ് LD/KD. പിന്നെ സിമ്പിളാണ്, 400 ലെഫ്റ്റ് സൈഡ് LHSലുണ്ട്, ഇക്വേറ്റ് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ MM-ൽ, ഓക്കെ മീറ്ററിൽ നമ്മൾ കൺവേർട്ട് ചെയ്തതിന് അവസാനം MM-ൽ ആണ് എഴുതിയിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ഈ ടെസ്റ്റിൽ അത് HMTയുടെ രജപുതിയ ടെസ്റ്റാണ്. ഈ സെയിം മോഡൽ സെയിം ഇതായിരിക്കും നമ്മൾ KTUവിനും എല്ലായിടത്തും ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ തിയറി മനസ്സിലാക്കി നമുക്ക് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ 266.5 mm ആണ് എക്സിൻ്റെ വാല്യൂ. പിന്നെ അവർ രണ്ടാമത് വെച്ചേക്കുന്നത് ടെമ്പറേച്ചർ ഓഫ് ദ ഔട്ടർ സർഫസ് ഓഫ് സ്റ്റീൽ പ്ലേറ്റാണ് വെച്ചേക്കുന്നത്.
അപ്പം നമുക്കറിയാം ക്യൂവിൻ്റെ ഇക്വേഷൻ ഒരു ഡെൽറ്റ ടി ബൈ സിഗ്മ ആറാണ്. അപ്പം ആ രണ്ട് സർഫസിൻ്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കതില്ല. അപ്പോൾ ഫിഗറിൽ നോക്കുമ്പോഴേക്കും അവർ ചോദിച്ചിരിക്കുന്നത് സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഔട്ടർ സർഫസ് ടെമ്പറേച്ചർ ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ലോജിക്കലി നോക്കുമ്പോഴേക്കും അത് രണ്ടും പറ്റില്ല. കാരണം എന്താ, ഇപ്പം ഔട്ടർ സർഫസ് ടെമ്പറേച്ചർ TSO എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിന് ഇന്നറില്ല. പക്ഷെ ഏറ്റവും ലാസ്റ്റ് ലെയറായ ഇൻസുലേഷൻ ബ്രിക്ക് നോക്കുമ്പോഴേക്കും അതിൻ്റെ ഔട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഹോൾ ഔട്ടർ പറഞ്ഞിട്ടുണ്ട്, അതായത് 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഇന്നർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്, ഇൻസുലേഷൻ ബ്രിക്ക് ഇന്നർ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഔട്ടർ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ പോസിബിൾ എന്ന് പറഞ്ഞാൽ ഇൻസുലേഷൻ ബ്രിക്സിനെ മാത്രം എടുക്കാനേ പറ്റൂ. ഓക്കെ, അതിൽ TSO എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇന്നർ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഔട്ടർ തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്താൽ മതി, എല്ലാം സെയിം തന്നെ. അപ്പം എന്താ TSO -40, ബാക്കിയെല്ലാം Q/A. അപ്പോൾ Q/A എടുക്കണം. ജനറൽ ഇക്വേഷൻ A ഇപ്പുറം കൊണ്ടുവരണം. റിമൈനിങ് ഡെൽറ്റ T/L/K മാത്രമേ ഉള്ളൂ. ഇത് സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഔട്ടറാണ് കണ്ടുപിടിക്കുന്നെങ്കിലും ഇൻസുലേഷൻ ബ്രിക്ക് എലോൺ ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പം എന്താണ്, TSO ഔട്ടർ സർഫസ് ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ പ്ലേറ്റ് കിട്ടും, 329.8 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അവർ 3 ലെയർ ഇനിഷ്യലി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട് ഒരു എയർ ഗ്യാപ്പും എന്തോന്നാ റിഫ്രാക്ടറി ബ്രിക്കിൻ്റെയും സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഇടയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞേക്കുക ലാസ്റ്റ്. അത് ഇക്വലൻ്റ് ഇൻസുലേഷൻ ബ്രിക്കാണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം അതിൻ്റെ കണ്ടക്ടിവിറ്റി രണ്ടും സെയിം ആണ്, ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ടാണ് KB = KD എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെന്താണ്, അതിന് XMM എന്ന് അസ്യൂം ചെയ്യുക. എന്താ, അത്രയാണ് അതിൻ്റെ ലെയർ എന്ന് വയ്ക്കുന്നത്. സിമ്പിൾ ഇക്വേഷൻ, നമ്മൾ ബേസിക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കോമ്പോസിറ്റ് വാൾ അപ്പം നമ്മൾ ഇക്വേറ്റ് ചെയ്തില്ലേ, ബേസിക് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ Q = ഇൻറ്റു ഡെൽറ്റ T അല്ലെങ്കിൽ ഡെൽറ്റ T/L/K. ഓക്കെ, കണ്ടക്ഷൻ്റെ ഇക്വേഷൻ. ഓക്കെ, അത് കോമ്പോസിറ്റ് വാളാണ്, ഹോളത്ത് എടുത്താൽ മതി. എന്നിട്ട് സെക്കൻഡ് പാർട്ട് കൺസിഡർ ചെയ്യുമ്പോഴേക്കും ഇൻസുലേഷൻ ബ്രിക്ക് എലോൺ കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഔട്ടർ സർഫസ് ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ പ്ലേറ്റിന് കിട്ടുന്നത്. കാരണം ഇതിൻ്റെ സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഔട്ടറും മറ്റേ ഇന്നറും ആയതുകൊണ്ട് ചെയ്തു. ഓക്കെ, അത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം.